ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെ വിട്ടുകളിക്കൂല. ഞങ്ങളുടെ ബാപ്പകാരന്മാരെങ്ങനെയാണോ അതാണ് ശരി. അതിനപ്പുറം ഖുർആനിൽ വന്നാലും ഹദീസിൽ വന്നാലും ആരും മുമ്പിൽ പറഞ്ഞാലും ശരി, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെങ്ങനെയാണോ അങ്ങനെ പോകും. ഒരു പക്ഷേ ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരു നല്ല ശതമാനം ആളുകളുടെ കാഴ്ചപ്പാട് ഇവിടെയാണ്. നിങ്ങൾ പറഞ്ഞത് ശരിയായിരിക്കാം, പക്ഷേ ഞങ്ങളുടെ ബാപ്പകാരന്മാരെ എതിർക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. ആളുകളോട് കൃത്യമായി വിളിക്കപ്പെട്ടാൽ എന്താ വിളി? അല്ലാഹു അവതരിപ്പിച്ച ഖുർആനിലേക്ക്, സന്ദേശത്തിലേക്ക് നിങ്ങൾ വരൂ. അത് വഹിയാണ്, അവിടേക്ക് വരൂ. അവർ പറയും ഞങ്ങളുടെ പൂർവികന്മാരെ പിതാക്കന്മാർ ഏതൊന്നിലാണോ ജീവിതം കഴിച്ചു കൂട്ടിയത്, ഞങ്ങൾക്കത് മതി. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഈ സംസാരിച്ച മൗലവിയുടെ പേര് സുബൈർ സലഫി, പട്ടാമ്പി സ്വദേശിയാണ്. നല്ല ഒരു ശൈലിക്കുടമയാണ്. ദീന് പറയുവാൻ തൻ്റെ ശബ്ദവും ശൈലിയും ഒക്കെ ഉപയോഗിക്കുന്ന ദായിയാണ്, ഖതീബാണ്. അദ്ദേഹത്തിൻ്റെ നിരവധി പ്രഭാഷണങ്ങൾ നമ്മൾ മുൻപും കാണിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ വിഷയമാണ് നമ്മുടെ വിഷയം. അദ്ദേഹം പറഞ്ഞത്, ദീനിലേക്ക് പുതിയതായിട്ടൊരു സാധനം കടത്തിക്കൂട്ടിയിട്ട് അത് തെറ്റാണ് എന്ന് പറയുമ്പോൾ ആ വിഭാഗം ആളുകൾ പറയും, ഞങ്ങളുടെ വാപ്പയും വാപ്പാൻ്റെ വാപ്പയും വാപ്പാൻ്റെ വാപ്പാൻ്റെ വാപ്പയും കാക്കക്കാരന്മാരെല്ലാം നടത്തിപ്പോന്നതാണ്, അത് ഞങ്ങൾ ഒഴിവാക്കൂല. പണ്ട് മക്കാ മുശ്രിക്കീങ്ങൾ പറഞ്ഞ പോലെ അല്ലേ, അതെന്തിനായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്? ഹാ ഉലാ ഇഷുഫഹാ ഉനാ അൻദല്ലാഹ് അല്ലേ, അള്ളാഹുലേക്ക് ഷഫാഅത്ത് ചെയ്യുന്ന അല്ലേ, ആ ഒരു അർത്ഥത്തിലാണെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞാണ്, നമ്മൾ ഉണ്ടാക്കി പറയുന്നതല്ല. അതുപോലെ അള്ളാഹ് നൽകിയ കഴിവിൽ നിന്ന് അള്ളാഹിൻ്റെ ഔലിയാക്കൾ സഹായിക്കും, അങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പലതരത്തിലുള്ള ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ മതത്തിലേക്ക് കടത്തിക്കൂട്ടുന്നുണ്ട്. അത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ ഈ വീഡിയോയുടെ ബാക്കി നമ്മൾ അതായത് സുബൈർ സലഫി പറഞ്ഞ ആ വിഷയത്തിൻ്റെ ബാക്കി വീഡിയോയുടെ അവസാനത്തിൽ ചേർക്കാം. എന്നാൽ എന്താണ് ഇവിടെ കടത്തിക്കൂട്ടുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞിട്ട് ബാക്കി സുബൈർ സലഫി പറയുന്ന വിജ്ഞാനപ്രദമായ ഉപകാരപ്രദമായ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ഇവിടെ മറ്റൊരു വീഡിയോ, ഒരു പ്രഭാഷകൻ്റെ വോയിസും നാട്ടിൽ നടക്കുന്ന ഒരു വിധത്തിൻ്റെ ദൃശ്യാവിഷ്കാരവും ഒക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്, കേൾക്കുക. അത് കഴിഞ്ഞിട്ട് സുബൈർ സലഫി പറയുന്നതും ഇത് എന്തിനാണ് എന്നതുകൂടി സഹോദരന്മാർ മനസ്സിലാക്കുക. ഞാൻ എന്തിനത് ചെയ്യുന്നു എന്നുള്ളതല്ല, ഈ പറയുന്നതിൽ എന്താണ് ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. കുറ്റം പറയലുകാരനല്ല, സത്യം പറയാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അന്നും ഇന്നും ഇനി നാളെയും ഇൻഷാ അല്ലാഹ് കേൾക്കാം. കാപട്യമില്ലാതെ, കുഫറില്ലാതെ, ശിർക്ക് കലരാതെ, ശുദ്ധമായ കറകളഞ്ഞ തൗഹീദിന്റെ ഉടമയായ നിലക്ക്, ഈമാനുള്ള മനുഷ്യനായ നിലക്ക് ആഖിറത്തിന് വേണ്ടി അധ്വാനിക്കുകയും ആഖിറത്തിന് വേണ്ടി അധ്വാനിക്കാൻ അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ള അധ്വാനവും പ്രവർത്തനങ്ങളും എന്താണെങ്കിൽ അത് തന്നെ ചെയ്യുകയും ചെയ്താൽ ഫഉലൈക കാന സഅയ്ഹും മഷ്കൂറാ, അത്തരത്തിലുള്ള ആളുകളുടെ അധ്വാനം അല്ലാഹു നന്ദിയോടുകൂടി സ്വീകരിക്കപ്പെടുന്നതാകുന്നു. അതല്ലെങ്കിൽ എത്ര അധ്വാനിച്ചിട്ട് എന്താണ്? ആഖിറത്തിലെത്തുമ്പോൾ എത്രയെത്ര ക്ഷീണിച്ച് തളർന്ന മുഖങ്ങളാണ്. ഉജൂഹു യൗമഇദിൻ ഖാശിയ ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ തുസ്ഖാ മിൻ ഐനിൻ ആനിയ. അതാ ആഖിറത്തിൽ എത്തി നോക്കുമ്പോ എത്രയോ പേടിച്ചരണ്ട മുഖങ്ങളെ നീ കാണുന്നു. ഉജൂഹു യൗമഇദിൻ ഖാശിയ, പേടിച്ചരണ്ട മുഖങ്ങൾ. ആമിലത്തുൻ, നന്നായി പ്രവർത്തിച്ച മുഖങ്ങളാണ്. നാസിബ, ക്ഷീണിച്ച് തളർന്ന് അധ്വാനിച്ച് തളർന്ന മുഖങ്ങളാണ്. പക്ഷേ തസ്ലാ നാറൻ ഹാമിയ, അത്യുഷ്ടമുള്ള നരകത്തിലല്ലേ അത് പ്രവേശിക്കുന്നത്, കടന്നെരിയുന്നത്. എന്തേ കാരണമെന്നല്ലേ അല്ലാഹു അതാ പരിശുദ്ധ ഖുർആനിലൂടെ സൂറത്തുൽ കഹ്ഫിലൂടെ മുന്നറിയിപ്പ് പറഞ്ഞുപോയി. ഖുൽ, നബിയേ ചോദിക്കൂ, നബിയേ, ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല.
അമലുകൾ ചെയ്തിട്ട് പൊളിഞ്ഞുപോയവർ, അമല് ചെയ്യാഞ്ഞിട്ടല്ല, അമല് ചെയ്തിട്ട് തന്നെ, അമലുകൾ കാരണമായി തന്നെ പരാജയപ്പെട്ട കക്ഷികളെ സംബന്ധിച്ച് അറിയിച്ചു തരട്ടെയോ? ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാലാ الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا الذين അവർ ഏത് കൂട്ടരാണെന്നോ ضل سعيهم في الحياة الدنيا ഐഹിക ജീവിതത്തിൽ വെച്ചല്ലേ ആഖിറത്തിന് വേണ്ട അമൽ ചെയ്യേണ്ടത്. പക്ഷേ ഒരുപാട് അവർ ചെയ്തു പോയി. പക്ഷേ ضل سعيهم അവരുടെ അധ്വാനം റൂട്ട് തെറ്റിപ്പോയല്ലോ. ضل سعيهم അവരുടെ അധ്വാനമൊക്കെ പിഴച്ചുപോയല്ലോ. അങ്ങനെ റൂട്ട് തെറ്റിയപ്പോഴും അവർക്ക് മനസ്സിലായില്ല, തെറ്റിപ്പോയല്ലോ. അങ്ങനെ തെറ്റിയാലല്ലേ മടങ്ങുക, തെറ്റി എന്ന ബോധമുണ്ടെങ്കിലല്ലേ മടങ്ങുക. ഞാൻ പിഴവിലാണെന്ന് മനസ്സിലായാലല്ലേ. റൂട്ട് തെറ്റി വണ്ടി ഓടിക്കുന്ന ഒരു ഡ്രൈവർക്ക് എന്റെ വഴി, ഞാൻ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്ന റൂട്ടിലല്ല ഇപ്പോൾ ഓടിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലായാലല്ലേ ഡ്രൈവർ തിരിച്ചു പോരൂ. പക്ഷേ ഈ ഡ്രൈവർക്ക് അത് തിരിഞ്ഞിട്ടില്ല. അയാൾ ഇപ്പോഴും ധരിച്ചിട്ടുള്ളത് എന്താണെന്നോ, വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ, ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ തന്നെയാ ചെയ്യുന്നത് എന്ന നിലക്ക് അങ്ങനെ വഴിപിഴച്ചു പോയ കക്ഷികളുണ്ട്. ആ നിലക്ക് കാഫിറായി പോയ ആളുകളുണ്ട് എന്ന ആശയം വരുന്ന ആയത്താണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പൊ തെറ്റായ റൂട്ടിലൂടെ പോകുന്ന ഒരു മനുഷ്യൻ അത് തിരിഞ്ഞിട്ടില്ലെങ്കിലുള്ള കുഴപ്പം, വമ്പിച്ച അപരാധവും അബദ്ധവുമാണ് അവന് സംഭവിക്കുന്നത്. തൗഹീദ് സംബന്ധമായിട്ടാണ് അവിടെ അദ്ദേഹം ആ കാര്യങ്ങൾ പറയുന്നത്. അവിടെ നമ്മൾ കാണുന്ന വിഷയം, അദ്ദേഹം പറയുന്ന വിഷയവും നമ്മൾ കാണുന്ന വിഷയവും, ഇതുപോലെയുള്ള പ്രഭാഷകർക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ എന്നാണ് പറയാനുള്ളത്. അദ്ദേഹം പറയുമ്പോൾ നാം കണ്ട ആ വിഷയിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് സഹോദരന്മാരെ? എന്താണിത്? എന്താണ് ഈ ഉമ്മത്ത് ഇങ്ങനെയായത്? ഇത് ദീനിലില്ലാത്തതാണ്, പുത്തൻ ആചാരമാണ് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ കാക്കക്കാരന്മാർ, വാപ്പക്കാരന്മാർ, മുത്തപ്പന്മാർ എവിടേക്കാ പോവുക എന്നുള്ളതൊന്ന് ചിന്തിച്ചു നോക്കി ചങ്ങായിമാരെ. അതിന് വിശദീകരിച്ച് പോകുന്നില്ല. ഇതുപോലെയുള്ള കാര്യങ്ങൾ കാണിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് പഠിപ്പിച്ചു തരാത്ത കാര്യം, അള്ളാഹുവിൻ്റെ ഹബീബ് നിഷിദ്ധമാക്കിയതെല്ലാം അവരതിലൂടെ കടത്തിക്കൂട്ടുന്നു, ഈ ഉമ്മത്തിനെ അതിലേക്ക് വലിച്ചിഴക്കുന്നു എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് സുബൈർ സലഫി ഇനി ഈ കണ്ടോടത്തോളം, ഇവിടെ പറഞ്ഞിടത്തോളമുള്ള കാര്യത്തിൻ്റെ ബാക്കി സുബൈർ സലഫി പറഞ്ഞു വെച്ചോടന്ന് തുടങ്ങുന്നു. അദ്ദേഹം പറയുന്ന ആ വാക്കുകൾ കേൾക്കുക, മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ചില ആൾക്കാർ പറയും ഇതൊക്കെ എന്റെ വെല്ലിപ്പ ചെയ്യാൻ തുടങ്ങിയ കാര്യമാണ്, പിന്നല്ല ഇപ്പൊ നിങ്ങൾ വന്നിട്ട് എതിർക്കുന്നത്. എല്ലാത്തിനും അവർ കണ്ടെത്തുന്ന കാരണമതാ. എന്നാ ഖുർആനിന്റെ അതേ ആയത്തിലെ മറുപടി അവലോകാന ആബാഉഹും ലാ യഖിലൂന ശൈഅൻ വലാ യഹ്തദൂൻ. അവലോകാന ആബാഉഹും അവരുടെ പിതാക്കന്മാർ ആണെങ്കിലോ, ലാ യഖിലൂന ശൈഅൻ അവർ ഒന്നും ബുദ്ധി കൊടുത്ത് ചിന്തിക്കാത്തവരും, വലാ യഹ്തദൂൻ സന്മാർഗം പ്രാപിക്കാത്തവരുമാണെങ്കിലോ, അപ്പോഴും അവർ പറയും അതൊന്നും ഞങ്ങൾക്ക് വിഷയമല്ല, ഞങ്ങൾ ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരുടെ മാർഗത്തിലേ പോകൂ. 2-ാമത്തെ സൂറത്ത് അൽ ബഖറ 170-ാമത്തെ ആയത്ത്. സഹോദരങ്ങളെ ആലോചിച്ച് നോക്ക്. അള്ളാഹു വല്ലാത്തവരെ ആരാധിക്കുന്ന ധാരാളക്കണക്കിന് ശിർക്കിന്റെ കേന്ദ്രങ്ങളെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു, അന്ധവിശ്വാസങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്നു, വേണ്ടാത്തരങ്ങൾ, ഒരുപാട് അക്രമങ്ങളും അനീതിയും അന്യായങ്ങളും സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഇത് അരുതേ, ഇത് പാടില്ല എന്ന് ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ, ഹദീസിന്റെ അടിസ്ഥാനത്തിൽ വിളിച്ചാലും അവർ പറയും ഇതൊക്കെ ഞങ്ങളുടെ വാപ്പക്കാരനോമാര് മുതൽ ചെയ്തു വെച്ച് തുടങ്ങിയ കാര്യമാണ്, അത് ഞാനായിട്ട് മുടക്കാൻ പറ്റൂല, ഞാൻ എന്ത് ചെയ്യണം? അതേ തെറ്റുകൾ ഞാനും തുടരണം. എന്നാൽ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു വഇദാ ഖീല ലഹും തആലൂ ഇലാ മാ അൻസലല്ലാഹു വഇലർ റസൂൽ, അല്ലാഹ് ഇറക്കിയതിലേക്കും റസൂലിന്റെ വിഷയത്തിലേക്കും നിങ്ങൾ വരൂ എന്ന് വിളിച്ചാൽ, ഖാലൂ അപ്പോഴും അവർ പറയുന്നത് ഹസ്ബുനാ മാ വജദ്നാ അലൈഹി ആബാഅനാ, ഹസ്ബുനാ ഞങ്ങൾക്ക് മതി, അലൈഹി മാ വജദ്നാ അലൈഹി ആബാഅനാ ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരൊക്കെ എങ്ങനെയാണോ പോയത് ഞങ്ങൾക്ക് അങ്ങനെ മതി. അള്ളാഹുവിലേക്കും റസൂലിലേക്കും വിളിച്ചാൽ പോലും ഈ വാക്കാണ് അവർ പറയാ. ഖുർആന്റെ മറുപടി അവലോ കാന ആബാഉഹും ലാ യഅലമൂന ശൈഅൻ വലാ യഹ്തദൂൻ. അല്ല, ഈ പൂർവ്വപിതാക്കന്മാരെന്ന് വിളിക്കുന്ന ആളുകൾ എല്ലാം അറിവുള്ളവരാണോ?
അവർ സന്മാർഗം ശരിക്ക് കിട്ടി സ്വർഗത്തിന്റെ അവകാശികൾ തന്നെയാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പിന്നെ എങ്ങനെയാണ് നിങ്ങൾ അവരെ ആരാധിക്കാൻ സന്നദ്ധരാകുന്നത്, അല്ലെങ്കിൽ അവരുടെ മാർഗത്തിലൂടെയാ ഞങ്ങളും പോകുന്നത് എന്ന് പറയാൻ എന്തു ന്യായമാണുള്ളത്? സുഹൃത്തുക്കളെ, ഇത് മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുമ്പോൾ ഇത് പ്രവാചകന് മാത്രം ഉണ്ടായ ഒരു വിമർശനമല്ല. ഇത് ധാരാളം നബിമാരോട് ആ നാട്ടിലത്തെ ജനങ്ങൾ ചോദിച്ച ചോദ്യമാണ്. ഭൂരിഭാഗം ജനങ്ങൾ നബിമാരോട് ചോദിച്ച ചോദ്യമാണ്. ഉദാഹരണം നോക്കൂ, ഹൂദ് നബി അലൈഹിസ്സലാമിനെ ആദ് എന്ന് പറയുന്ന ഗോത്രത്തിലേക്ക് പറഞ്ഞയച്ചു. ആദ് സമുദായം അവർ ചെന്നിട്ട് ഹൂദ് നബി അലൈഹി ഇസ്ലാം തന്റെ ജനങ്ങളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. തിരിച്ച് ജനങ്ങൾ ചോദിച്ചു, ഖാലൂ അജിഅ്തനാ ലിനഅ്ബുദല്ലാഹ വഹ്ദാ, അല്ലഹൂദേ, നീ ഞങ്ങളുടെ അടുത്ത് വന്ന് പറയുന്നത് അള്ളാനെ മാത്രം ആരാധിക്കണമെന്നാണോ? എന്താ പറയണേ? ഞങ്ങൾ എന്തിനൊക്കെ ആരാധിച്ചിരുന്ന ആൾക്കാരാ? അതൊക്കെ ഒഴിവാക്കിയിട്ട് ഞങ്ങൾ അള്ളാഹനെ മാത്രം ആരാധിക്കണം എന്നാണോ പറയണത്? ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരൊക്കെ ആരാധിച്ചിരുന്ന വസ്തുക്കളൊക്കെ ഞങ്ങൾ ഒഴിവാക്കണം എന്നാണോ പറയുന്നത്? എന്നിട്ട് ജനങ്ങൾ പ്രകോപിതരായിട്ട് പറയാം, നിങ്ങൾ അത്ര വലിയ സത്യസന്ധന്മാരാണെങ്കിൽ നിങ്ങളല്ലേ പറഞ്ഞത് ശിക്ഷയുണ്ടാകുന്നൊക്കെ? അങ്ങനെയുണ്ടെങ്കിൽ ആ ശിക്ഷയൊന്ന് കൊണ്ടുവാ, ഞങ്ങളൊന്ന് കാണട്ടെ. ഞങ്ങൾ ഈ പോണ പോക്കേ പോകൂ, ഇതിനെതിരെ സംഭവിക്കും. ശിക്ഷ വരാണെങ്കിൽ ശിക്ഷ കൊണ്ടുവാ. അത്രക്ക് പ്രവാചകന്മാരെ അവർ വിമർശിച്ചു. മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാം ചെന്നു. എത്ര അത്ഭുതങ്ങൾ മുമ്പിൽ കാണിച്ചു കൊടുത്തു. സാലിഹ് നബി അലൈഹി സ്വലാമിന്റെ ഒട്ടകത്തിന്റെ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. മദായിൻ എന്ന് പറയുന്ന ചരിത്രത്തിൽ ആ സാലിഹ് നബിനോട് പോലും അവർ തിരിച്ചു ചോദിച്ച, ഖാലൂ യാ സാലിഹ്, സാലിഹേ എന്ന് വിളിച്ചവർ ചോദിക്കുകയാണ്, അതൻഹാനാ അൻ നഅ്ബുദ മാ യഅ്ബുദു ആബാഉനാ, സാലിഹേ, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരൊക്കെ ആരാധിച്ചിരുന്ന പലതുമുണ്ട് ഇവിടെ, ഇതൊക്കെ ഒഴിവാക്കണമെന്നാണോ ഞങ്ങളോട് പറയുന്നത്? സാലിഹ് നബിനോട്. അടുത്ത ആള് ഷുഐബ് നബി അലൈഹി ഇസ്ലാമിനോട്, അസ്വലാതക തഅ്മുറുക്, ഷുഐബേ, ഞങ്ങളോട് നിസ്കരിക്കണം, ആരാധിക്കണം, പ്രാർത്ഥനകളൊക്കെ നടത്തണം എന്നാണോ പറയുന്നത്? അന്നതുർകമായ അബ്ദു ആബാഉന, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരൊക്കെ ആരാധിച്ചിരുന്നതിനെ ഒഴിവാക്കണം എന്നാണോ ഞങ്ങളോട് പറയുന്നത്? ഇപ്പൊ മനസ്സിലായി ഈ സ്വഭാവം ആരുടേതാണ് എന്ന് വ്യക്തമാക്കി പഠിപ്പിച്ചു. സുഹൃത്തുക്കളെ, നമുക്കങ്ങനെ പിൻപറ്റാൻ വേണ്ടിയാണ് അള്ളാഹു ചില ഗ്രന്ഥങ്ങളെ പ്രമാണം തന്നത്. അത് പിൻപറ്റലാണ് നമ്മുടെ വിജയം. ആരാണോ അള്ളാഹുവിന്റെ റസൂലിനെയും അനുസരിച്ച് ജീവിക്കുന്നത്, അപ്പകാരണവന്മാരെങ്ങനെ, മഹാന്മാരെങ്ങനെ, മറ്റേ ആളെങ്ങനെ, അയൽവാസി എങ്ങനെ, നാട്ടുകാരെങ്ങനെ, ഭൂരിപക്ഷം എങ്ങനെ? ആരാണോ അള്ളാഹുവിന്റെ റസൂലിനെയും അനുസരിക്കുന്നത്, അള്ളാഹ് അനുഗ്രഹിച്ചവരുടെ കൂടെ സ്വർഗത്തിലെത്തുന്നത് അവരായിരിക്കും. ആരാ അള്ളാഹ് അനുഗ്രഹിച്ചവർ? മിനൻ നബിയീൻ, അമ്പിയാക്കന്മാരോടൊപ്പം, വസ്സുദ്ദീഖീൻ വശുഹദാ വസ്സാലിഹീൻ, ഇങ്ങനെയുള്ളവരുടെ കൂടെ സ്വർഗത്തിലെത്താം. വഹസുന ഉലൈക റഫീഖാ, അവരോടൊപ്പമുള്ള സാമീപ്യം എത്ര നല്ലതായിരിക്കും. എന്താ നിബന്ധന? അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് ജീവിക്കലാണ്. അങ്ങനെ നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ അനുസരിക്കലാണ് നമുക്ക് നല്ലതെങ്കിൽ അതിന് പറ്റുന്നൊരു മാതൃകയുണ്ട്. ഖൈറുന്നാസി ഖർനീ സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. എല്ലാവർക്കും അംഗീകരിക്കാം, ഈ നാട്ടിലത്തെ എല്ലാവർക്കും അംഗീകരിക്കാം. ഖൈറുന്നാസി ഖർനീ, നബി തങ്ങൾ പറഞ്ഞു, എന്റെ തലമുറയാണ് ഉത്തമ തലമുറ. സുമ്മല്ലദീന യലൂനഹും, പിന്നീട് ശേഷം വന്നവരാണ് താബിഈങ്ങളാണ്. സുമ്മല്ലദീന യലൂനഹും, പിന്നെ അവരെ കണ്ടു പഠിച്ച് ജീവിതം മാതൃകയാക്കിയവരാണ്. ആദ്യത്തെ 3 തലമുറ, 3 നൂറ്റാണ്ടുകാർ നബി തങ്ങളുടെ കാലശേഷം വന്ന ഉത്തമ തലമുറയടക്കമുള്ളവരെ വിളിച്ചാ പറഞ്ഞത് അവരെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്. അവരിലും നമുക്ക് മാതൃകയുണ്ട്, അവർ അനുസരിച്ചവരാണ്. അവർ റളിയല്ലാഹു അൻഹും വറളു അൻഹു എന്ന സ്ഥാനം ലഭിക്കപ്പെട്ടവരുണ്ട്. അങ്ങനെ ദീനിനെ ശരിയായ സ്രോതസ്സിൽ നിന്ന് പഠിച്ചു മനസ്സിലാക്കി ഒരു പക്ഷേ നമ്മുടെ ഇന്ന് വരേക്കും ജനിച്ച് ഇന്ന് വരെ നമ്മുടെ വിശ്വാസത്തിനെതിരായിരിക്കാം വിശുദ്ധ ഖുർആനിൽ വന്നതെങ്കിൽ ഖുർആനിനെയാണ് മുറുകെ പിടിക്കേണ്ടത്. ഈ കാലം വരെയും നമ്മൾ ചെയ്തിരുന്ന ഒരു തെറ്റ് ഒരു പക്ഷേ വർഷങ്ങളോളം, നൂറ്റാണ്ടുകളോളം നമ്മുടെ കുടുംബത്തിൽ നടന്നിട്ടുണ്ടാവാം.
പക്ഷെ അതിനെതിരാണ് ഖുർആനിൽ ആയത്തെങ്കിൽ നമ്മൾ അതാണ് ഒഴിവാക്കേണ്ടത്, ഖുർആനെയാണ് സ്വീകരിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിനെ അടുത്തറിഞ്ഞ് പഠിച്ചു മനസ്സിലാക്കി തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധ്യമാകണം. അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ.